Watch full episodes on Jio Hotstar. മോട്ടു എന്റെ മോനെ പിടിച്ചോ പിടിച്ചോ ഇപ്പൊ പിടിക്കാലോ. ശ്രമിച്ചു നോക്ക് മോനെ. ഒന്നുകൂടി ശ്രമിച്ചു നോക്ക് മോനെ. സൂക്ഷിച്ചേ. എന്താ ശ്രമിച്ചു നോക്ക് മോനെ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവിയില്ല. വെരി ഗുഡ്. എന്റെ മിടുക്കം കുട്ടി. കണ്ടില്ലേ, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാകില്ല. എന്റെ മോട്ടു നീ എന്തായി ചെയ്യുന്നേ? താഴെ ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. നീയാണ് എന്റെ മേലിൽ കയറി ഡാൻസ് കളിച്ചത്. ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സോറി, വെരി സോറി. എന്റെ മോട്ടു സ്വപ്നം കാണാനാണെങ്കിൽ കട്ടിലിന്റെ മേലെ കിടന്ന് കണ്ടാ പോരെ. അതിന് എന്റെ മേലിൽ എന്തിനാ ചാടി കയറുന്നേ? സോറി പത്തുലു. പിടിക്കേ പിടിക്കേ പിടിക്കേ. വാ, എന്നെ പിടിക്കാൻ വാ. ഞാനിപ്പോ പിടിക്കും. അതെ, എന്തായി കാണിക്കുന്നത്? എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോ. എന്നെ വിട്ടേക്ക്. വിടാൻ. മോട്ടു വിടാനല്ലേ പറഞ്ഞത്? എന്റെ മോട്ടു നീ എന്തായി ചെയ്യുന്നത്? മോട്ടു നീ കാല് വിട്. വിശക്കുന്നുണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിക്ക്. എന്റെ കാലെന്തിനാ കഴിക്കുന്നേ? വിട് മോട്ടു. സോറി സോറി പത്ലു, വെരി സോറി. എന്താ പറ്റിയ മോട്ടു? നീ എന്തിനാ എത്രയും വിഷമിച്ചിരിക്കുന്നത്? അറിയില്ല പത്ലു, ഈയിടെയായിട്ട് മുഴുവനും സ്വപ്നത്തിൽ എന്റെ അച്ഛനാണ് വരുന്നത്. അച്ഛൻ സ്വപ്നത്തിൽ എന്നെ വിളിക്കുക. അപ്പൊ കുറച്ച് ഏലിയൻസ് എന്റെ അച്ഛനെയും കൊണ്ട് പോയി കളഞ്ഞു പത്ലു. എന്നും ഈ സ്വപ്നം തന്നെയാണ് കാണുന്നത് ഞാൻ. ഇപ്പോഴൊക്കെ എന്റെ അച്ഛന്റെ ഓർമ്മ എന്നെ വല്ലാതെ അലട്ടുന്നു. അതേ പത്ലു. മോട്ടു നീ വളരെ ചെറുപ്പമായിരുന്നപ്പോ ഒരു ദിവസം പെട്ടെന്ന് നിന്റെ അച്ഛനെ കാണാതായില്ലേ? പിന്നെങ്ങനെയാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്റെ സ്വപ്നത്തിൽ വന്നത്? ഇത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരേപോലെയുള്ള സ്വപ്നം എന്തുകൊണ്ടാണ് വരുന്നത്? ഇതിന്റെ പുറകില് വേറെന്തോ ഇല്ലേ പത്ലു? നാളെ രാവിലെ ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി നമുക്ക് ചോദിക്കാം. പക്ഷെ നീ രാവിലെ വരെ ഉണർന്നിരിക്കണം, ഉറങ്ങാൻ പാടില്ല. നീ ഇതെന്താണ് ഈ പറയുന്നത്? നീ ഇപ്പൊ പറയേണ്ടത് എന്നോട് പോയി കിടന്ന് ഉറങ്ങാനല്ലേ? എന്നിട്ട് നീ പറയുന്നു എന്നോട് ഉണർന്നിരിക്കാൻ. ഉറങ്ങാൻ പറഞ്ഞ വീണ്ടും നീ സ്വപ്നം കണ്ടിട്ട് എന്റെ കാലെ പിടിച്ച് കടിച്ചാലോ, അല്ലെങ്കിൽ എന്റെ മേലെ ചാടി കയറും. അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നിരിക്കേ. പിടിച്ചോ, നല്ല ചൂടുള്ള ചായ കുടിച്ചോളോ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്താണ് ഈ ആലോചിക്കുന്നത്? ഓ എന്റെ ചങ്ക്, എന്റെ ബ്രോ മോട്ടു, എനിക്കും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ മെസ്സേജുകൾ വരുന്നുണ്ട് ചങ്കേ. അതിൽ നിന്റെ അച്ഛൻ നിന്നെ സഹായത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട് ചങ്കേ. അതെ മോട്ടു.
മെസ്സേജ്? എന്ത് മെസ്സേജ്? ഇങ്ങോട്ട് വരൂ. ദാ നോക്ക്. ഓ എന്റെ ചങ്കെ നോക്ക്, ഞാൻ ഈ പിയാനോ ഏലിയൻസുമായി സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ഇത് വായിച്ച് കോഡ് വേർഡ്സ് ഏലിയൻസ് ഇങ്ങോട്ട് അയക്കാറുണ്ട് ചങ്കെ. പക്ഷെ ഈ കാര്യം ഏലിയൻസിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവരിങ്ങനെ കോഡ് വേർഡ്സ് അയച്ചുകൊണ്ടേയിരിക്കും. നോക്ക് ചങ്ക നോക്ക്, പിന്നെ അവരുടെ മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾ ഈ മ്യൂസിക് ശ്രദ്ധിക്കേണ്ട, ആ മോണിറ്ററിലേക്ക് നോക്ക്. അവിടെ ഈ മ്യൂസിക്കിന്റെ കോഡ് ഡീകോഡായി ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം മോട്ടുന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നാ. മാത്രമല്ല XR പ്ലാനറ്റിൽ എന്തോ അപകടത്തിൽ പെട്ടിരിക്കുക. പൊളിച്ചെടുത്തല്ലോ. ഇത് അതിശയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്രയും കാലം അദ്ദേഹം എവിടെയായിരുന്നു? എന്താണ് ചെയ്തിരുന്നത്? അതെന്താണെന്ന് ആർക്കും അറിയില്ല. മോട്ടുവിന്റെ അച്ഛൻ വലിയൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ലേ? അദ്ദേഹം ഏലിയൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്യായിരുന്നു. അദ്ദേഹം എല്ലാ ഏലിയൻസിനെയും ഭൂമിയിലുള്ളവരുമായി സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതായി. ചിലപ്പോ XR പ്ലാനറ്റിലെ ഏലിയൻസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയതായിരിക്കും. എന്റെ അച്ഛ, നിങ്ങൾ എവിടെയാ ഉള്ളത്? എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛാ, എന്റെ മോട്ടു, ഇത് കമ്പ്യൂട്ടറാണ്, അല്ലാതെ നിന്റെ അച്ഛനൊന്നും അല്ല. എനിക്ക് എന്റെ അച്ഛനെ കാണണം. എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛാ, ഓയ് മോട്ടു എന്റെ ചങ്കെ, നിന്റെ അച്ഛനെ കാണണമെങ്കിൽ നമ്മള് പ്ലാനറ്റ് XRൽ പോകേണ്ടതായിട്ട് വരും ചങ്കെ. അതാണ് പ്ലാനറ്റ് XR. അച്ഛാ, ഞാനിതാ വരുവാണ്. അച്ഛാ, എവിടെ എവിടെ എന്റെ അച്ഛൻ? എനിക്കെന്താ ഒന്നും കാണാൻ പറ്റാത്തത്? ഓ എന്റെ മോട്ടു, ഇത് വെറും സാറ്റലൈറ്റ് ഇമേജ് ആണ്. ശാന്തമായിരിക്കെ, നീയൊന്ന് സമാധാനിക്കേ. അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായും കാണാം. ആ പ്ലാനറ്റ് XR എവിടെയായാലും ശരി, നിന്റെ അച്ഛനെ നമ്മൾ അവിടുന്ന് തീർച്ചയായും കൊണ്ടുവന്നിരിക്കും. തണുത്തോർണം എന്താ? ഓക്കെ, ബൈ. ജീവിതകാലം മുഴുവൻ ഈ കച്ചട തിന്നാ മതിയോ? നിങ്ങൾക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ? ഓഹോ, എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനോ? സാറ് നമ്മളെ ഇങ്ങ് താഴെ കഴിച്ചില്ലേ? നമുക്ക് മേലോട്ട് പോകാനും പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിൽ അവര് മേളിൽ നിന്നിടുന്ന വേസ്റ്റ് അല്ലാതെ എന്താ ഉണ്ടാകുക? നിങ്ങൾ പറ. ഈ ജാം കൊള്ളാലോ, തിന്നു നോക്ക്. ആ ജാം നീ തന്നെ അങ്ങ് തിന്നാ മതി. എനിക്ക് തോന്നുന്നു നീ ആ ദിവസം മറന്നുപോയെന്ന്. നമ്മൾ മുകളിൽ ആ ടവറിലാ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ എല്ലാവരും സ്വതന്ത്രരായിരുന്നു. അതൊക്കെ ഒരു കാലം. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്നാ കഴിക്ക്. ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഹേ സുമി, എത്രയും വേഗം നമ്മൾ സാറിന്റെ അഹങ്കാരം ശമിപ്പിക്കാനുള്ള വഴി നോക്കിയേ പറ്റൂ. ആ സാർ, നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗാലക്സിയിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട്?
മോഹൻ സിംഗെ ഇവിടെ കൊണ്ടുവരൂ. അല്ല മോഹൻ സിംഗ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ കൂട്ടുകാരാ, എന്റെ സഹോദര, സുഖം തന്നെയല്ലേ? ഒരു പ്രാവശ്യം എന്റെ കൺകെട്ടെന്ന് അഴിച്ചതാ, അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാവുന്നതല്ലേ, ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ലെന്ന്. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. എനിക്കാണെങ്കിൽ കാക്ക എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാ. അതുകൊണ്ട് ഞാൻ കള്ളവും പറയാറില്ല. നിങ്ങളെ തുറന്നു വിടും, തീർച്ചയായും തുറന്നു വിടും. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾ ആദ്യം എന്നെ ഇതൊന്ന് പഠിപ്പിച്ചു തരണം. അതായത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ മിഷനും കൊണ്ട് നിങ്ങളുടെ കണ്ണ് അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഈ മെഷീൻ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കി അവരുടെയൊക്കെ മൈൻഡ് നിങ്ങളെ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നതെന്ന്, നിങ്ങൾ അവരുടെ ബുദ്ധിയെ നിങ്ങളുടെ കൺട്രോളിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന്, നിങ്ങൾ അവരുടെ സ്വപ്നത്തിലേക്ക് എങ്ങനെയാണ് ചെല്ലുന്നതെന്ന് ഞാൻ എത്ര പ്രാവശ്യം ഈ മെഷീൻ ഉപയോഗിച്ച് നോക്കിയെന്നറിയോ. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് നിന്നെ പഠിപ്പിച്ച നീ ദേശവാസികളെ മാത്രമല്ല ഏലിയനെ പോലും നീ അടിമകളാക്കും. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ മിഷനായിരുന്നു ദേശവാസികളുടെയും ഏലിയന്റെയും ഇടയിലുള്ള സൗഹൃദം. അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിച്ചു കാണണമെന്ന്. എന്റെ ആ മിഷൻ തീർച്ചയായും വിജയമാവുക തന്നെ ചെയ്യും. ഈ മിഷൻ ഉടായിപ്പാണ്. ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനെ വേറെ എവിടെയെങ്കിലും നല്ല ബുദ്ധിശാലിയായ ഒരുത്തന്റെ തലയിൽ അറ്റാച്ച് ചെയ്ത അവന്റെ ബുദ്ധിയെ നിങ്ങൾ ബ്ലാങ്ക് ആക്കി കാണിക്ക. വേഗം വേണം. എനിക്ക് ഇന്ന് തന്നെ രണ്ടിലൊന്നറിയണം, ഈ മിഷൻ വർക്ക് ചെയ്യുന്നതാണോ അല്ലയോ എന്ന്. റോബോട്ട് വാൻ, ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ളവനെ പോയി എടുത്തോണ്ട് വാ. എന്നിട്ട് എക്സ്പെരിമെന്റ് ലാബിലേക്ക് കൊണ്ടിട്. എന്തായി ചെയ്യുന്നേ? വിട്, എന്നെ വിട്. ലീവ് മീ. ഇറ്റ്സ് ആൻ ഓർഡർ. ഓർഡർ. സോറി ബോസ്, ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ളത് നിങ്ങളാണ്. ഞാൻ പറയുന്നു എന്നെ വിടാൻ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും തീർത്തു കളയും. സോറി, ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ളത് അങ്ങേക്കാണ്. അതുകൊണ്ടാണ് റോബോട്ട് വൺ അങ്ങയുടെ ബുദ്ധിയിലെല്ലാം അറ്റാച്ച് ചെയ്തത്. സോറി. എനിക്കൊരു മണ്ടന്മാരുടെ സേനയാണുള്ളത്. ആ സേനയുടെ തലവൻ നീയാണ്. നിന്റെ ബുദ്ധിയിൽ വേണമെങ്കിൽ ഈ മിഷൻ ട്രൈ ചെയ്യാ. പക്ഷേ നിന്റെ ബുദ്ധി പണ്ട് തൊട്ടേ ബ്ലാങ്ക് ആണല്ലോ. അല്ലേ ലെപ്പാട്ടു? നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സാർ. എന്റെ ബുദ്ധി പണ്ടേ ബ്ലാങ്ക് ആണ്. നീ നോക്കിക്കോ, ഒരു ദിവസം എന്റെ മോൻ ഇവിടെ വരും. എന്നിട്ട് നിന്റെ ഈ പാപം നിറഞ്ഞ ലോകത്തെ ചുട്ട് ചാമ്പലാക്കി കളയും. മോൻ വരുമെന്നോ? അതും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ്? മിനി, എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും പവർ കൂട്ടിക്കോ. ഇയാളുടെ ബുദ്ധിയിലെ ഓരോരോ ഇൻഫോർമേഷനും തട്ടിയെടുക്കണം. എന്നിട്ട് ഇവന്റെ ബുദ്ധിയെ ബ്ലാങ്ക് ആക്കി കളഞ്ഞേക്ക്. സാർ, മെഷീന്റെ പവർ ഇനിയും കൂട്ടിയാൽ അപകടമാണ്. അത് ഓവർലോഡ് ആയാൽ എല്ലാം നശിച്ചു പോകും. നശിച്ചു പോകുമെന്നോ? അത് ഇയാളെ മനസ്സിലാക്ക്. എന്നിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറയേ. അല്ലെങ്കിൽ ഇയാളുടെ ഇനിയുള്ള അവസ്ഥ ഇതിലും മോശമായിരിക്കും.
ഇവിടെയുള്ള എല്ലാവരും ഇത് കണ്ടു വേണം പഠിക്കാൻ. നിങ്ങൾക്കൊക്കെ ഒരു പാഠമായിരിക്കണം ഇത്. സോറി സർ. മിനി, നീ നോക്കിക്കോ. എന്റെ മോൻ ഇവിടെ തീർച്ചയായും വരും. എന്റെ വാക്കുകളെ അവൻ അനുസരിക്കാതിരിക്കാനാവില്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവൻ ഏതാണ്ട് 5 or 6 വയസ്സായിരുന്നു. ഏലിയൻ ലോകത്തുനിന്ന് വല്ല മെസ്സേജും വന്നോ? ഇല്ല സാർ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏലിയൻ വേൾഡുമായി കോണ്ടാക്ട് ചെയ്യുന്നത് നിർത്തണം. അവരൊരിക്കലും നമ്മളുടെ സുഹൃത്തുക്കളാകില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തോൽവി ഒരിക്കലുമില്ല. സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കൂ. ഞാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിലുള്ള ജീവനുള്ള എത്ര ജീവജാലങ്ങളുണ്ടോ, ആരെയാണോ നമ്മൾ ഏലിയൻ എന്ന് വിളിക്കുന്നത്, അവരും നമ്മുടെ ദേശവാസികളും നല്ല സുഹൃബന്ധത്തിലാകണമെന്നാണ്. അങ്ങനെ അവരെ നമുക്ക് അന്യഗ്രഹ ജീവി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലാതാവട്ടെ. നാം എല്ലാവരും ഈ ഭൂലോകത്തിൽ ഒരു കുടുംബം പോലെ കഴിയാമല്ലോ. ചിന്തിക്കൂ, അവരുമായുള്ള സൗഹൃദം കൊണ്ട് മനുഷ്യർക്ക് എത്രമാത്രം ഗുണമുണ്ടാകുമെന്ന് നമുക്ക് അനുഭവിച്ചറിയാം. എന്റെ മോട്ടു, നീ എങ്ങനെ ഇവിടെ വന്നു? ഡ്രൈവർ എവിടെ പോയി? അച്ഛൻ എന്നെ കളിക്കാൻ വിളിച്ചില്ലേ? ഡ്രൈവർ വരാതായപ്പോൾ ഞാൻ ഇങ്ങ് തനിച്ചു പോന്നു. എന്ത്? 5 കിലോമീറ്റർ നീ നടന്നു വന്നോ? അതും ഒറ്റയ്ക്ക്? എന്റെ പൊന്നു മോനെ. പതുക്കെ പറയൂ. നിങ്ങളുടെ മകനെ കണ്ടുപിടിക്കാനായി ഞാൻ ഭൂമിയിൽ മുഴുവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിവിടെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ പിന്നെ സാറിനെ തീർത്തു കളയും. ഞാനിപ്പോ പോകുന്നു. താങ്ക് യു മിനി, താങ്ക് യു. ഇനി ഞാൻ എന്റെ മോൻ മോട്ടുവിനെയും പ്രതീക്ഷിച്ചിരിക്കട്ടെ. എന്റെ അമ്മോ, നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? എടോ, തന്റെ അച്ഛനെ കാണാതായി കഴിഞ്ഞാൽ താൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക വേണ്ടത്. അല്ലാതെ ഇതുപോലെ പോലീസുകാരനെ എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. എന്നെ വിട്ടേക്ക്. ചിങ്കം സാറ്, ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അറ്റാക്ക്! അറ്റാക്ക്! ശത്രുക്കൾ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, ശത്രുക്കൾ നമ്മുടെ നേർക്ക് എന്തൊക്കെയോ കല്ലുകൾ എടുത്തെറിയുന്നത്. പോയി മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അത് ശത്രുക്കളിലേക്ക് അല്ലല്ല, മീറ്ററോയിഡ്സ് ആണ്. അതിലൊരെണ്ണം നമ്മുടെ സ്പേസ്ഷിപ്പിൽ വന്ന് തട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ നടന്നു പോകേണ്ടി വരും ചങ്ക്. പൊളിക്കടുത്തല്ലോ, ആകാശത്തിലേക്ക് നടക്കാൻ സാധിക്കുക. മമ്മി രക്ഷിക്കണേ, മമ്മി. എന്റെ അമ്മോ, രക്ഷപ്പെട്ടിട്ടില്ല. സേഫ്റ്റി ഫസ്റ്റ്, ഫസ്റ്റ്. ഓ നോ ചങ്ക്, നോ. നമുക്കിപ്പോ തന്നെ തിരിച്ചു പോകേണ്ടി വരും. ആ കാണുന്ന ഡാമേജ് കൂടുകയാണെങ്കിൽ ഈ സ്പേസ്ഷിപ്പ് പൊട്ടിത്തെറിച്ചു പോകും ചങ്ക്. ഇല്ല, നമ്മൾ ഒരിക്കലും തിരിച്ചു പോവില്ല. എന്റെ അച്ഛനെയും കൊണ്ടല്ലാതെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. അതെന്ത് സംഭവിച്ചാലും ശരി. ഡോക്ടർ ജഡ്ക, ഈ ഡാമേജ് റിപ്പയർ ചെയ്യാനായി വേറെ വഴികളൊന്നും ഇല്ലേ? വഴിയുണ്ട് എന്റെ ചങ്കെ, ഉണ്ട്. പക്ഷെ അത് വളരെ അപകടം നിറഞ്ഞതാണ്. ആരെങ്കിലും ഈ സ്പേസ് ഷിപ്പിന്റെ പുറത്ത് പോയിട്ട് ഡാമേജ് ആയ ഭാഗത്തെ മെറ്റൽ പ്ലേറ്റ് ബിൽഡ് ചെയ്തിട്ട് വരണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അടുത്തുള്ള മീറ്ററോയിഡ്സ് എങ്ങാനും വന്നാൽ അയാളുടെ ജീവൻ അപകടത്തിലാവില്ല ചങ്കെ. ഞാൻ പോവാം. എന്ത് തടസ്സങ്ങൾ വന്നാലും ശരി, എന്നെ ഇതിൽ നിന്ന് മാർഗം പിന്തിരിപ്പിക്കാൻ പറ്റില്ല. മോട്ടു, സൂക്ഷിച്ചു പോണേ. മോട്ടു, മുന്നിലേക്ക് നോക്ക്. മോട്ടു, വേഗം അകത്തേക്ക് വാ. മോട്ടു, സൂക്ഷിച്ച്. മോട്ടു,
ഡോക്ടർ ജഡ്ക, സ്പേസ് ഷിപ്പ് മോട്ടുവിന്റെ പിന്നാലെ വിട്, വേഗം. മോട്ടു, മോട്ടു ഇന്നത്തെ പിടിച്ചോ. പൊളിച്ചടുത്തല്ലോ. ആൾക്കാര് മീറ്റിയോട്സ് കാണുമ്പോ ഓടി പോവാ ചെയ്യാ. നമ്മളാണെങ്കിൽ എന്റെ അടുത്ത് പോവാണല്ലോ. മമ്മി, എന്റെ ഗസീച്ചറാമ, ഈ മമ്മി മമ്മി എന്നുള്ള വില നിർത്ത. ഡോക്ടർ ജഡ്ക, സ്പേസ് ഷിപ്പ് കുറച്ചുകൂടെ മോട്ടുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോ പ്ലീസ്. ഓയ് പത്തുലു, എന്റെ ചങ്കെ സോറി ബ്രോ, കുറച്ചൂടെ അടുത്തേക്ക് ഇനി പോവാൻ കഴിയില്ല. കൂട്ടിയിടിച്ച പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ ജഡ്ക, നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തേക്ക് പോവാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് പോവാൻ പറ്റുമല്ലോ. എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്തില്ലെങ്കിൽ ഞാൻ ഈ സ്പേസ് ഷിപ്പിൽ ഇരുന്നോണ്ട് എന്ത് ചെയ്യാനാ? മോട്ടു, വേണ്ട, എന്നെ രക്ഷിക്ക. ഡാഡി, മമ്മി, പുട്ട്, കടല, പഴംപൊരി, കമാൻ, ഒലയ്ക്ക് വരൂ. ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ എന്റെ പണി തീർന്നെന്നായിരുന്നു. ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് കളഞ്ഞ നിന്റെ അച്ഛനെ ഞാൻ ആരെ കൊണ്ട് കാണിക്കും? ഡോക്ടർ ജഡ്ക, ഫുൾ സ്പീഡ്, ലെറ്റ്സ് ഗോ. കൊള്ളാലോ ഇത്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ആകാശത്താണല്ലോ ഇരിക്കുന്നേ. അപ്പൊ ഭൂമിയിൽ ആരാ ഉണ്ടാവുക? ഞാൻ അതിനെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട് ചങ്ക്. ഇവിടുത്തെ നേതാവ് സാർ എന്ന പേരുള്ള ഒരുത്തൻ ഭയങ്കര ഭീകരനായ ഏലിയനാ. ആരെങ്കിലും അയാളോട് എതിർത്ത് സംസാരിച്ചാൽ അവനെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും. അവിടെ ലേസർ നെറ്റ് കൊണ്ടൊരു ഫ്ലോർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുകളിലേക്ക് ആരും തിരിച്ചു വരാതിരിക്കാനാ ചങ്ക്. എന്റെ അമ്മോ, പിന്നെ നമ്മൾ ഈ സ്പേസ് ഷിപ്പ് എവിടെ ലാൻഡ് ചെയ്യിക്കും? സ്പേസ്ഷിപ്പ് ആകാശത്ത് തന്നെ നിൽക്കും ചങ്ക്. എന്നിട്ട് നമ്മൾ താഴേക്കും പോവും. ഞാൻ ശരിക്കും തയ്യാറായിട്ടാ വന്നിരിക്കുന്ന ചങ്ക്. വരൂ. കൊള്ളാം വലിയേട്ടാ, അങ്ങനെ ഫ്ലൈയിങ് കാർ കൊണ്ടുവന്നോ? ഇനി നല്ല രസമായിരിക്കും. എന്ത് നല്ല സ്ഥലമാണ്. ഇതെന്താ? ഹലോ ഓൾ സെക്യൂരിറ്റി, ദിസ് ഈസ് X001 ഹിയർ. റെഡ് അലേർട്ട്, റെഡ് അലേർട്ട്. ഏതോ അജ്ഞാത വാഹനം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. അതിൽ 5 പേരിരിപ്പുണ്ട്. സീ ഇമേജ് ഓൺ യുവർ മോണിറ്റർ. ക്യാച്ച് ദം, ക്യാച്ച് ദം. ഹലോ സെക്യൂരിറ്റി വാൾ, ദിസ് ഈസ് X71. ആ കാറിന്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ അതിനെ പിടിക്കാൻ പോവുകയാണ്. ഗുസൂൺ 5 ഗുസു 7ന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. സോ 7 അലേർട്ട്, സോ 7 അലേർട്ട്. ഹലോ, ഐ ആം റെഡി. ദിസ് ഈസ് X101. ഐ ആം റെഡി.
ഇവിടെ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, എല്ലാവരും സദ്യ കഴിക്കാൻ റെഡിയായിരുന്നു. സദ്യയോ? അതിനിവിടെ ആരുടെ കല്യാണമാ? എവിടെയാണ് സദ്യ? എന്റെ മോട്ടു നീ പിന്നിലേക്കൊന്ന് നോക്ക്. ഇവിടുത്തെ പോലീസുകാർ വരുന്നുണ്ട് നമ്മളെ പിടിക്കാനായിട്ട്. എന്തോന്ന് പോലീസ്? ഒരു ആർമിക്ക് പോലും നമ്മളെ പിടിക്കാൻ പറ്റൂല പത്തലു. എന്റെ വലിയേട്ട ഇങ്ങോട്ട് തരൂ, ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ. പത്തലു നീ മുമ്പിലോട്ട് വാ. എന്റെ അത്തിപ്പോലെ അമ്മച്ചിയേ, ഹോ. നിർത്തവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിനെ ഞാൻ ബ്ലാസ്റ്റ് ചെയ്യും. നിർത്തവിടെ. ചിങ്കം, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. മോട്ടോ, നീ വണ്ടി ഓടിച്ചോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കാം 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 നോക്കാം. മമ്മി രക്ഷിക്കണേ, നമ്മളപ്പോ നാല് ഭാഗത്ത് വളഞ്ഞിരിക്കാണ്. മമ്മി രക്ഷിക്കണേ. മിണ്ടാതിരിക്ക്. ഞാൻ നോക്കട്ടെ ഇവിടെ ആർക്കാ ഇത്ര ചങ്കൂറ്റമെന്ന്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എഞ്ചിൻ ഓഫ് ചെയ്താൽ കാറ് താഴേക്ക് പോവും ചങ്ക. എനിക്ക് തോന്നുന്നത് ആരോ സാക്കിനോട് എതിർത്ത് സംസാരിച്ചു എന്നാ. ഇത് നോക്ക്, സെക്യൂരിറ്റി അവരുടെ പിന്നാലെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ നെറ്റ് ഡോർ നമ്മളെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നാണോ നമുക്ക് ഈ നെറ്റിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നത്, അന്ന് നമ്മൾ പിന്നെയും അവിടേക്ക് തിരിച്ചുപോയി നമ്മളുടെ യുദ്ധം തുടങ്ങി വെക്കും. ഓയ് മോട്ടു, എന്റെ ബ്രോ, ആ ലേസർ നെറ്റിൽ നമ്മൾ ടച്ച് ചെയ്താൽ നമ്മൾ പൊട്ടിത്തെറിക്കും ചങ്ക.
നീ ആരാണ്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നീ സഹായിച്ചത്? എനിക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് അറിയാം. ഞാനാണ് നിന്നെ കണ്ടുപിടിക്കാനായി ഭൂമിയിൽ മുഴുവൻ മെസ്സേജ് അയച്ചത്. നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷായി. നീ മോട്ടു അല്ലേ? അതെ, ഞാനാണ് മോട്ടു. കാണാൻ അച്ഛനെ പോലെ തന്നെയുണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. ഇത് ഡോക്ടർ ജഡ്ക, ഇൻസ്പെക്ടർ ചിങ്കം, പിന്നെ ഗസീട്ടാറാം. ഹലോ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ മോട്ടോനെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷെ മോട്ടോന്റെ സ്വപ്നത്തില് അവന്റെ അച്ഛൻ എങ്ങനെയാ വന്നത്? അദ്ദേഹത്തിന് ആ ശക്തിയുണ്ട്. ആരുടെ സ്വപ്നത്തിൽ വേണമെങ്കിലും കയറി ചെല്ലാൻ കഴിയും. ആരുടെയെങ്കിലും കണ്ണുകളിൽ നോക്കി മൈൻഡ് റീഡ് ചെയ്യാനും കഴിയും. അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാനും കഴിയും. ആ ശക്തികളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാർക്ക് അദ്ദേഹത്തെ തടവിലാക്കിയത്. പക്ഷെ എന്റെ പെങ്ങളെ, ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മോട്ടുവിന്റെ ഓർമ്മ എങ്ങനെയാ വന്നത്? അപ്പോൾ നീ ചെറുതായിരുന്നു, വളരെ ചെറുത്. ഇത്രയും നാൾ സാർക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. ഇപ്പോൾ നീ വലുതായിരിക്കുന്നു, നിനക്ക് സഹനശക്തിയുമുണ്ട്. നീ ഇപ്പൊ വലുതായതുകൊണ്ട് അദ്ദേഹത്തിന് നിന്നിൽ വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ നീ രക്ഷിക്കുമെന്ന്. എന്നെ വേഗം കൊണ്ടുപോകൂ. എന്റെ അച്ഛന്റെ അടുത്തേക്ക് എന്നെ വേഗം കൊണ്ടുപോകൂ. അദ്ദേഹത്തെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഇത്രയ്ക്ക് ധൃതി കാണിക്കരുത്. സാർക്ക് ഒരു അപകടകാരി മാത്രമല്ല, വളരെ സൂത്രശാലിയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അല്ല, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതിനുശേഷം നിങ്ങൾ എല്ലാരെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. ഓക്കെ? ശരി. ഹലോ മാം. വരൂ വരൂ, വേഗം ഇവിടുന്ന് പോകാം. മോട്ടു, മോനെ നീ വന്നോ? മോനെ, നിനക്ക് സുഖമല്ലേ? എന്റെ പൊന്നുമോനെ, നിനക്ക് സുഖമല്ലേടാ? പറയടാ മോട്ടു. ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ അച്ഛാ. ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ. ഇതെന്താ അച്ഛന്റെ കണ്ണിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ഇത് അഴിക്കച്ചാ. ഞാനിത് അഴിക്കാൻ പോവാ അച്ഛാ. മോട്ടു, പ്ലീസ്. സോറി, ഞാൻ പറയാൻ മറന്നുപോയി. ആ കണ്ണടയ്ക്ക് ചുറ്റും കറണ്ട് ഉണ്ടായിരുന്നു. അത് ആരും എടുക്കാതിരിക്കാൻ വേണ്ടി. അത് തുറക്കാൻ വേണ്ടി ഒരു കോഡുണ്ട്. അതാ സാർക്കിനും ലെപ്റ്റൂനും മാത്രമേ അറിയൂ. എത്ര കാലത്തിന് ശേഷമാ വന്നത്, എന്നിട്ടും എനിക്ക് നിന്നെ കാണാൻ ഒക്കുന്നില്ല. മിനി, എന്റെ മോൻ എങ്ങനെയുണ്ട്? ശരിക്കും നിങ്ങളെ പോലെ തന്നെയുണ്ട്. നിങ്ങൾ കാണുവച്ചാ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനു മുൻപ് ഞാൻ ചെന്ന സാറിനെ ഒന്ന് കാണട്ടെ. മോഹൻ സുഖ, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. നിങ്ങൾക്കൊരു മകനുണ്ട്. നിങ്ങളും കള്ളം പറയാറില്ലല്ലേ? കാരണം കള്ളം പറഞ്ഞാൽ കാക്ക കുത്തും. എനിക്കാണെ കാക്കകളെ ഭയങ്കര പേടിയാ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും പേടിയാണെന്ന്. വിടാനാ പറഞ്ഞത്. വെൽക്കം മോട്ടു. വെൽക്കം ടു എക്സാർ പ്ലാനറ്റ്. താങ്ക് യു മിനി. നീ വളരെ തന്ത്രപൂർവമാണ് ജോലി ചെയ്തത്. മോട്ടുവിന്റെ അച്ഛന്റെ വിശ്വാസം നേടിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ ഈ സഹായം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ കൊടുക്കാനുള്ള നിന്റെ തന്ത്രമായിരുന്നു അല്ലേ? ഓ, നീ വളരെ ഇന്റലിജന്റ് ആണല്ലോ. മനസ്സിലാക്കി കളഞ്ഞു. മിസ്റ്റർ മോഹൻ സിംഹ, എന്റെ കൂട്ടുകാരാ, സഹോദര, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കള്ളം പറയാറില്ലെന്ന്. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. എനിക്കാണെങ്കിൽ കാക്കയെ പേടിയും.
ഇനിയും നിങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം എനിക്ക് തന്നില്ലെങ്കിൽ ഞാനിപ്പോ സത്യം പറയുന്നു, മോട്ടുവിന്റെ ബുദ്ധി ഞാൻ ബ്ലാങ്ക് ആക്കി കളയും. പിന്നെ അവന് നിങ്ങളെ മാത്രമല്ല സ്വയം തിരിച്ചറിയാൻ പോലും കഴിയില്ല. ആ സമയം തന്നെ ഞാൻ അവനെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യിക്കും. സ്റ്റാർട്ട് ദ മിഷൻ. എന്റെ കൂട്ടുകാരനെ വിട്ടേക്ക്. വേണ്ട, നീ എന്റെ മോനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. വിട്, അവനെ വിട്, അവനെ വിടാൻ. ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം. അച്ഛാ, അച്ഛാ, ഇവനോടൊന്നും പറഞ്ഞേക്കല്ലേ. സോറി മോട്ടു, ജീവിതത്തിൽ മുഴുവൻ നിന്നെ ഞാൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോ എന്റെ ജീവന് യാതൊരു വിലയുമില്ലാത്ത ഈ സമയത്ത് നിന്നെ കൂടി ഞാൻ കെണിയിലാക്കി. സോറി മോനെ. മതി മതി, ഒരുപാട് ഇമോഷണൽ ആക്കല്ലേ, എനിക്ക് കരച്ചില് വരും. മോഹൻ സിംഹ, പെട്ടെന്ന് പെട്ടെന്ന് പറയൂ. എന്തൊക്കെയാ പറയണ്ടെന്ന് വെച്ചാ സാറ് കേൾക്കുന്നുണ്ട് അല്ലേ ബോസ്? മമ്മി, ഫൈറ്റ് ഇപ്പൊ തുടങ്ങാൻ പോവാണല്ലോ. ഇക്കാര്യത്തിൽ എനിക്ക് 20 മിനിറ്റിന് അനുഭവം പോലും ഇല്ല. ഞാൻ എന്ത് കഴിഞ്ഞു? ചെയ്യാനൊന്നുമില്ല ചങ്കേ, ഓടിക്കോ. ഇങ്ങോട്ട് വാ. വാടാ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ ഒക്ടോബസ് റോബോട്ട് എന്ത് ചെയ്തിട്ട് നശിക്കുന്നില്ലല്ലോ. വരൂ, പുറത്തേക്ക് ഓടാൻ ചങ്കേ, നമുക്ക് പോവാം. ഇല്ല, ഞാൻ എന്റെ അച്ഛനില്ലാതെ ഇവിടുന്ന് വരികയില്ല. എന്റെ മോട്ടു, ഇപ്പൊ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ എങ്ങനെ അച്ഛനെ രക്ഷിക്കുന്നേ? ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാം. പിന്നെ നമുക്ക് മുഴുവൻ തയ്യാറോടുകൂടി വരാം. ഓടിക്കോ, ഓടിക്കോ ചങ്കേ. അച്ഛാ, ഞാൻ തിരിച്ചു വരും. എനിക്ക് വേണ്ടി അച്ഛൻ കാത്തിരിക്കണം. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. Hands up. Hey, the name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇവിടെ കുട കിട്ടാൻ സാധ്യതയുണ്ടോ? മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്യാൻ പോവാന്ന്. താങ്ക് യു. അല്ല, ഇതെങ്ങനെയാ ചെയ്തത്? ഈ തോക്ക് മുകളിലോട്ട് പിടിച്ച് വെടിവെച്ചാ മതി. യാ. ചിങ്കം സാറേ.
പെട്ടെന്ന് ഈ വേസ്റ്റ് കുഴിയിലേക്ക് എടുത്ത് ചാടിക്കോ. നിങ്ങൾ നേരെ വേസ്റ്റ് ട്രക്കിലേക്ക് ചെന്ന് ചാടും. ഞാൻ നിങ്ങളെ ഇവിടുന്ന് പുറത്തെത്തിക്കാം. വേഗം. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ നോക്കുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇടിക്കുന്നത്? ആദ്യം മിനി ഞങ്ങളെ സഹായിച്ചു, എന്നിട്ട് അവസാനം കുടുക്കി കളഞ്ഞു. പറ ഇനി നിനക്ക് ഞങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? പറ. ഞാൻ ജീവിതകാലം മുഴുവൻ ഈ സാറിന്റെ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങേരന്റെ മൈൻഡിനെ ബ്ലാങ്ക് മൈൻഡ് എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് എന്നെ ഒരു വിലയുമില്ല. ഇന്ന് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കും ഈ ബ്ലാങ്ക് മൈൻഡിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അകത്ത് ലാബ് വെച്ച് കണ്ടില്ലേ ഞാൻ നിങ്ങളെ എന്ത് സ്റ്റൈലായിട്ടാ രക്ഷിച്ചതെന്ന്? ഇവൻ പറയുന്നത് സത്യമാണ്. എനിക്ക് തോന്നിയായിരുന്നു ഇവൻ ആ ലിവർ പിടിച്ച് വലിച്ചത് മനഃപൂർവ്വമാണെന്ന്. വരൂ എന്റെ കൂടെ. വേഗം വരൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. റെഡി? ആഹാ, റെഡി. ആ ട്രക്കിനൊന്ന് നിർത്തൂ. ഐഡിയ. പൊളിക്കടുത്തല്ലോ ആദ്യമായിട്ടൊന്ന് മനസ്സിലാവുന്നത്. കച്ചറയ്ക്കകത്തുള്ള ജീവികൾക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന്. അവറ്റുകൾ എങ്ങനെ ഇതിനകത്ത് ജീവിക്കുന്നു? ലെപ്പാട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഒരു അടിപൊളി ജീവി തന്നെ. അതേന്ന് സാറിന്റെ ഒരു തവണ രക്ഷപ്പെടുന്നത് പാടാ, നിങ്ങൾ 2 തവണ രക്ഷപ്പെട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന്, അല്ലെങ്കിൽ ഭയങ്കര ധൈര്യശാലികൾ. അത് ഞങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങൾ ആരാണ്? കൂട്ടുകാരെ, എന്റെ പേര് സുംബ, ഇത് സുമി, ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരാ.
ഒരു കാലമുണ്ടായിരുന്നു. ഞങ്ങളും മുകളിൽ XR സിറ്റി ടവറിലാ താമസിച്ചുകൊണ്ടിരുന്നത്. സാറിന്റെ തോന്നിവാസത്തിനെതിരെ ശബ്ദം ഉയർത്തിയപ്പോൾ ഞങ്ങളെ അപ്പ തന്നെ അവിടുന്ന് തള്ളി ഈ താഴെ കുഴിയിലേക്ക് ഇട്ടു. ഇനി മുകളിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഞങ്ങള് ലേസർ നെറ്റ് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും ചങ്ങേ. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയതാണോ അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണോ? ഇപ്പൊ ഞാൻ ആ വേസ്റ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. അടിപൊളി ഫ്രഷാ, അതുകൊണ്ടാ നല്ലതായിട്ട് തോന്നുന്നത്. അത് കണ്ടോ, അതെന്റെ ലാബാണ്. ഞാൻ അവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ലേസർ നെറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം. ഓ സുംബ, എന്റെ ജങ്ക്, എന്റെ ബ്രോ, എന്റെ രോഗികളാണ് സത്യം. ഞാൻ ഉടനെ തന്നെ അതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കും. ഡോൺ വരി ജങ്കുകളെ, പേടിക്കണ്ട. എനിക്ക് ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കാൻ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഇതില് ഗാർബേജ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? പേടിക്കണ്ട, അങ്ങനെയൊന്നും തന്നെ അതിലില്ല. നിങ്ങൾ കഴിച്ചു നോക്കൂ. ഇന്നാ പിടിച്ചു, ഇതാ നിങ്ങൾക്കും. എന്റെ രോഗികളാണ് സത്യം. ഇനി നമുക്ക് ഒരു തടസ്സവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാ കാറിലും ലേസർ പ്രൂഫ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ ലേസർ നെറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോവാൻ ചങ്കുകളെ. പൊളിച്ചേ, എന്നാ പോവാ അല്ലേ? റേസിന്റെ വട്ടത്തെ കറക്കി കഴിഞ്ഞ നെറ്റ് കട്ടാവും ചങ്കേ. പൊളിക്കടുത്തല്ലോ, എല്ലാം കിടന്ന് കറങ്ങാണല്ലോ. മമ്മി രക്ഷിക്കണേ. എന്റെ ഗസീറ്റാറാമേ, നമുക്ക് വേഗം എന്റെ അച്ഛനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. അത് കഴിഞ്ഞ് നിനക്ക് നിന്റെ മമ്മിയെ കാണാൻ പോവാം. മോട്ടു, ഇപ്പൊ എന്റെ പിന്നാലെ വരൂ. ഞാൻ കൊണ്ടുപോകുന്ന വഴിയിൽ കൂടെ പോയാൽ അവിടെ CCTV കവറേജ് ഉണ്ടാകില്ല. അവിടെ പോലീസുകാരുടെ ശല്യവും നമുക്കൊരിക്കലും ഉണ്ടാകില്ല.
അലേർട്ട് അലേർട്ട് താഴെയുള്ള ലേസർ നെറ്റ് കട്ട് ചെയ്തിരിക്കുന്നു റെഡ് അലേർട്ട് റെഡ് അലേർട്ട് അവരെ ഒന്നും ഒരു മോണിറ്ററിലും കാണാൻ കഴിയുന്നില്ല എവിടെ പോയി അന്വേഷിക്കവര് അന്വേഷിക്ക് സെർച്ച് ഓൾ പോലീസ് ഫോഴ്സ് സെർച്ച് ഓക്കെ സാർ. സാർ ലേസർ നെറ്റിൽ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി. നെറ്റ് കട്ട് ചെയ്ത് താഴെയുള്ളവർ മുകളിലേക്ക് വന്നിട്ടുണ്ട്. കൊട്ടാരത്തിലെ സെക്യൂരിറ്റിയെ മറികടക്കണമെങ്കിൽ അത് മോട്ടു പത്രു തന്നെ ആയിരിക്കും. ആ മോഹൻ സിൻഹയെ കൊണ്ടുപോകാൻ വരുന്നതായിരിക്കും. ഇത്തവണ അവര് രക്ഷപ്പെടാൻ പാടില്ല. ഒക്ടോബസ് റോബോട്ടിനെ റെഡിയാക്കി വെക്ക. ഓക്കെ സാർ. എല്ലാരും നിക്ക്, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ആ ലാബ് എവിടെയാന്ന്. മോട്ടുവിന്റെ അച്ഛനുള്ള ലാബ്. കിട്ടിപ്പോയി. ആ കാണുന്ന റിസർച്ച് ലാബിലാണ് മോട്ടുവിന്റെ അച്ഛൻ ഉള്ളത്. ലെറ്റ്സ് ഗോ. എല്ലാരും അലേർട്ടായിട്ടിരിക്കേ. ബ്രീച്ച് ഇൻ പാലസ്. സെക്യൂരിറ്റി ബ്രീച്ച് ഇൻ പാലസ്. ഗാർഡ്സ് ബ്രീച്ച്. റിസർച്ച് ലാബിൽ ശത്രുക്കൾ. റിസർച്ച് ലാബിലേക്ക് പെട്ടെന്ന് പോ. ഇല്ല. സർ സെക്യൂരിറ്റി ബ്രീച്ച് ഇൻ പാലസ്. ചെല്ല്, അങ്ങോട്ടേക്ക് ഗാർഡ്സിനെ അയക്കാം. ഇപ്പൊ തന്നെ ഒക്ടോബസ് റോബോട്ടിനെ റിലീസ് ചെയ്യാം. അച്ഛാ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. മോട്ടു, മോട്ടു നീ വന്നുവോ? എവിടെയാണ് നീ? മോട്ടു എവിടെയാണ് നീ? മോട്ടു അച്ഛാ, എഴുന്നേക്ക് അച്ഛാ. പത്ലു, നീ അച്ഛനെയും കൊണ്ട് താഴേക്ക് പോകൂ. ഞാൻ ഈ ഗോഡ്സിനെയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വരാം. വേഗം വാ. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മോട്ടു.
സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പ്ലീസ് ഒരു അംബ്രല കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവിടെ മഴ പെയ്യാൻ പോവുകയാണ്. കൊടുക്കരുത്, അവന്റെ കുട കൊടുക്കരുത്. ഇവൻ എന്തൊക്കെയാ കാണിച്ച് നമ്മുടെ തലയിൽ തേങ്ങ വീഴ്ത്തും. ഇന്നാ പിടിച്ചോക്കോടാ. എന്റെ അമ്മോ, എനിക്ക് പണി കിട്ടിയല്ലോ. നിയമത്തിന് എതിരെയുള്ള വെല്ലുവിളി. ആ കുട എന്റെ കയ്യിൽ താ. ഇതിനാണ് പറയുന്നത് ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. വരൂ വരൂ, പെട്ടെന്ന് ഇവിടുന്ന് പോകാം. ഒക്ടോബസ് റോബോട്ട് എങ്ങാനും വന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടോ? അച്ഛന്റെ ഈ കെട്ടുന്ന അഴിക്ക്. വേണ്ട വേണ്ട വേണ്ട, നിക്ക് നിക്ക് നിക്ക്. ഞാനൊരു സാധനം കൊണ്ടുവരാം. അത് വെച്ച് അത് നീക്കം ചെയ്താൽ നമ്മളെ കറണ്ട് അടിക്കില്ല. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇതാ പത്തലു, ഇതുകൊണ്ട് വെടിവെക്ക്. ഇതുകൊണ്ട് അത് ഇവാപറേറ്റ് ആയി പോവും. അല്ലെങ്കിൽ നമ്മൾ എത്ര നശിപ്പിക്കുന്നോ അത്രയും അത് ഉണ്ടായി വരും. ഡബിളായി വരും, ഡബിൾ. അല്ല, ഇത് തീരുന്നത് പോലെ ഇല്ലല്ലോ. സുംബ, നീ അച്ഛനെയും കൊണ്ട് സേഫായ സ്ഥലത്ത് പോ, ഞങ്ങൾ എത്തിക്കോളാം.
വിളിച്ചെടുത്തല്ലോ. നമ്മുടെ സമയം അടുത്തുന്നാ തോന്നുന്നേ. മോട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമല്ല പത്ലു. ഫൈറ്റ് ഫൈറ്റ്. എന്റെ മോട്ടു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്ക്. ഫുർഫുറി നഗറിൽ നിന്ന് ഇങ്ങനെ എമർജൻസിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നല്ല മണം. സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. നിനക്കാണോടാ ഇത്ര ധൈര്യം? വിട്ടോ. ഇന്ന് പിടിച്ചോ, ഇന്ന് പിടിച്ചോ. ഇതാ നിനക്ക്. ഓടിക്കോ ഓടിക്കോ. ഇല്ല, ഞാൻ അവനെ തീർത്ത് കളയും. പത്ലു കുറച്ചുകൂടെ സമൂസയുണ്ടോ? ഇല്ല, എല്ലാം തീർന്നു പോയി. കുഴപ്പമില്ല സാറിന് ഞാൻ തന്നെ ധാരാളം. എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അത്ര എളുപ്പമല്ല മോട്ടു. സാർ, നിന്റെ കിരാത മരണം ഇത് അവസാനിച്ചിരിക്കുന്നു. ഇനി നീ ജയിലിൽ പോയി കിടക്കും. സുംബ ഇവിടെയുള്ളവരുടെ രാജാവുകയും ചെയ്യും. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാ ഞാൻ കള്ളം പറയാത്തത്. അഥവാ സാർ രാജാവായില്ലെങ്കിൽ വേറെ ആരും ഇവിടെ ആവണ്ട.
ഇപ്പൊ എല്ലാം തീരും. പൊളിച്ചെടുത്തല്ലോ. ഇയാള് ടൈം ബോംബ് ഓൺ ചെയ്തു എന്നാ തോന്നുന്നേ. ആരെങ്കിലും ഒന്ന് തടയണേ. വെറും 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. സമയം എണ്ണാൻ തുടങ്ങിക്കോളൂ. കൗണ്ട് ഡൗൺ തുടങ്ങി. ബോംബിനെ നിർവീര്യമാക്ക്. നീ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി. ഇപ്പോൾ നീ വെറും ശിശുവാണ്. ഇപ്പോൾ നിനക്ക് ഓടിക്കളിക്കേണ്ട പ്രായമാണ്. പോയി അങ്ങുമിങ്ങും ഓടിക്കളിക്കേ. സബാഷ് മോട്ടു. അത്തല വിത്തല തവണാച്ചി ചുക്കുമറിക്കട ചോളാച്ചി പറയും കൊന്ന് വിളക്കൂറി. എന്റെ രോഗികളാണ് സത്യം. ഞാൻ ബേബി സിറ്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ഹലോ ചങ്കുകളെ, ആരെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചേ. വരൂ അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാം. പറ്റില്ല മോനെ, എന്റെ മിഷൻ ഇനിയും പൂർത്തിയായിട്ടില്ല. ദേശവാസികളെയും ഏലിയനെയും എനിക്ക് ഒന്നിപ്പിക്കേണ്ടതായുണ്ട്. എനിക്ക് വീണ്ടും ആ മിഷൻ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. മോട്ടു പത്ലു, എനിക്കിത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് എത്ര സ്നേഹിതരായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നിങ്ങളുടെ ഐക്യം ഒരിക്കലും തകരാതിരിക്കട്ടെ. പിന്നെ നിങ്ങളുടെ കൂടെ ഡോക്ടർ ജട്ക, സിംഗം, ഗസിറ്റാരാം പോലുള്ള സുഹൃത്തുക്കളുമുണ്ടല്ലോ. മാത്രവുമല്ല, എന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. മോട്ടു, പത്ലു, ശരി കുഞ്ഞുങ്ങളെ, പിന്നീട് നമുക്ക് കാണാം. എന്റെ മിഷൻ പൂർത്തീകരിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. വരട്ടെ. അച്ഛന്റെ ശരീരം നോക്കണേ അച്ഛാ. നീയും മോനെ. അതെ സുംബ, നിങ്ങളൊക്കെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. താങ്ക് യു, താങ്ക് യു. ഇനി എക്സാർ പ്ലാനറ്റ് നിങ്ങളുടേതാണ്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. ഞാനിനി സൂംബയുടെ കൂടെ ചേർന്ന് ജോലി ചെയ്തോളാം. താങ്ക്സ് ലപ്പാട്ടു, താങ്ക്സ്. നിന്റെ സഹായം ഇല്ലാതെ എനിക്കൊരിക്കലും എന്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ബൈ ബൈ. വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. വരട്ടെ വല്യേട്ടാ. മമ്മി, മോട്ടുന്റെ അച്ഛനെ ഞങ്ങളെ രക്ഷിച്ചു. ഇനി ഞാൻ മമ്മീനെ കാണാൻ വരുന്നുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.